ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിരിക്കുന്നത് ഒരു ത്രില്ലർ മൂവി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്ത സിനിമയാണ്. ഒരു ഹിന്ദി മൂവിയാണ്. അപ്പോൾ ഈ സിനിമ ഒരു ശരിക്കും നടന്ന കുറച്ച് സംഭവങ്ങളെ അടിസ്ഥാനമാക്കി എടുത്ത സിനിമയാണ്. 2006 ഉത്തർപ്രദേശിലെ നോയിഡയിൽ നടന്ന നിദാരി കൂട്ടക്കൊല അതിനെ അടിസ്ഥാനമാക്കിയിട്ട് ചെയ്ത സിനിമയാണ്. സിനിമയുടെ പേര് വരുന്നത് സെക്ടർ 36 എന്നാണ്. സിനിമ കണ്ട് അവസാനിക്കുന്ന സമയത്ത്, ക്ലൈമാക്സ് അവിടെ കഴിഞ്ഞ സമയത്ത് നമ്മൾ തരിച്ചിരുന്നു. എന്തോ ഒരു തരിപ്പ് നമ്മളെ മനസ്സിലേക്ക് വരും. എന്താണുള്ളത് അത് ശരിക്കും നടന്ന സംഭവം കൂടിയാണെന്ന്, ശരിക്കും നടന്ന സംഭവത്തെ അടിസ്ഥാനമാക്കി എടുത്ത സിനിമ കൂടിയാണെന്ന് അറിയുമ്പോൾ വല്ലാത്തൊരു ഇതെന്താ പറയുക, വല്ലാത്തൊരു തരിപ്പാണ്. ആ രീതിയിലാണ് സിനിമയുടെ മേക്കിംഗ് എന്നുള്ളത്. ഒരു സ്ലോ പേസ് ത്രില്ലറാണ്. അതിൻ്റെ കഥ മുന്നോട്ട് പോകുന്ന ആ ഒരു രീതിയിലാണ്. ഇതിൽ വിക്രാന്ത് മാസി അവതരിപ്പിച്ച ആ ഒരു സീരിയൽ കില്ലറിൻ്റെ ആ ഒരു വേഷം ഒന്നും പറയാനില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് പറയുന്നത് കിഡിലം പെർഫോമൻസാണ്. ക്ലൈമാക്സിലെത്തുന്നതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനസങ്ങളും കാര്യങ്ങളൊക്കെ വല്ലാത്തൊരു സംഭവമായിരുന്നു. പിന്നെ ഇതിൽ ശരിക്കും നായകനാണ് വില്ലനാര് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്, അതൊക്കെ പൊളിച്ചെഴുതുന്ന രീതിയിലുള്ള സംഭവമാണ് ചെയ്തിട്ടുള്ളത്. ദീപക് ഡോബ്രിയാനാണ് ഈ സിനിമയിൽ മറ്റൊരു കഥാപാത്രം പോലീസുകാരനായിട്ട് വന്നിട്ടുള്ളത്. രാംചരൺ പാണ്ഡെ എന്ന് പറഞ്ഞ പോലീസുകാരനായിട്ട് വന്നിട്ടുള്ളത്. ആ ഒരു സ്ഥലത്ത് ഈ കുട്ടികളെ എങ്ങനെ കാണാതാവുകയാണ്. കാണുവാനില്ല ഉള്ള ഈ ഒരു കുട്ടികളെ കാണുവാനില്ല എന്ന് പറഞ്ഞ പരാതികൾ ഈ പോലീസ് സ്റ്റേഷനിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ ഈ പോലീസുകാരെ ഇതൊന്നും മുഖവിലേക്ക് എടുക്കില്ല. കാരണം വെച്ചാൽ അവരെ ഓടിപ്പോയിട്ടുണ്ടാവും. അവരെ കാണാതായാലും ആ ഒരു ഇതിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു മൈൻഡ്. പക്ഷെ സ്വന്തം മകൾക്ക് അതുപോലെ അനുഭവം വന്നപ്പോഴാണ് ബോധോദയം ഉണ്ടാകുന്നത്. പിന്നെ ഇത് അന്വേഷിക്കുന്നതും ആരാണ് എങ്ങനെയാണ് ഉള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതും അതിനുശേഷം നടക്കുന്ന കുറച്ച് വല്ലാത്തൊരു കുറച്ച് സംഭവങ്ങളാണ് സിനിമയിൽ പറഞ്ഞു പോകുന്നത്. സെക്ടർ 36 മസ്റ്റ് വാച്ച് മൂവിയാണ്. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ശരിക്കും നടന്ന സംഭവം എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എന്തോ ഒരു പോലെ പെർഫോമൻസ് ഒക്കെ ഒരു രക്ഷയില്ല. വിക്രാന്ത് മാസിയുടെ പെർഫോമൻസ് ഒന്നും ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. നമുക്കെന്തോ ഒരു അസ്വസ്ഥതയായിരിക്കും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ. നമ്മൾ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തും ക്ലൈമാക്സ് സിനിമ കഴിയുമ്പോൾ. ആ ഒരു രീതിയിലാണ് സിനിമയുടെ അവർ നിർത്തിയത്. എന്നാലും കണ്ടു നോക്കുക. ഈ സിനിമകളൊക്കെ കാണേണ്ടതാണ് നമ്മൾ. സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെയാണ് കണ്ടു നോക്കാം. ത്രില്ലർ സിനിമകൾ, ഈ സ്ലോ പേസ് ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ സാധാരണ കണ്ടുവരുന്ന ആ രീതിയിലല്ല സിനിമയുടെ അവസാനം എന്നുള്ളതാണ്. അത് എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കിയ ആ ഒരു സീനും കാര്യങ്ങളൊക്കെ, ക്ലൈമാക്സ് സീനും കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ്. എന്നാലും കണ്ടു നോക്കാം. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് കമൻറ്റ് ബോക്സിൽ പ്രദർശിപ്പിക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് എടുത്തവരേക്കും